നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർച്ച് 3 ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. പക്ഷേ ആറ്റുകാൽ പൊങ്കാല അവസാനിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊന്നും തന്നെ ഇപ്പോഴും അടഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആറ്റുകാൽ പൊങ്കാലയെ തുടർന്നുള്ള ശുചീകരണത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുന്നു. ശുചീകരണം പരാജയപ്പെട്ടെന്ന വാദവുമായി CPM-ഉം കോൺഗ്രസും രംഗത്തെത്തുന്നു. നഗര ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളതാണെന്നും BJP-യും പറയുന്നു. മന്ത്രിയും മേയറും വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നേരിട്ടെത്തിയിട്ടുണ്ട്. പൊങ്കാല ശുചീകരണത്തെക്കുറിച്ച് നിരവധി വ്യാജ പ്രചാരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. മുൻ വർഷങ്ങൾക്ക് സമാനമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇക്കൊല്ലവും നടന്നതെന്നാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മാലിന്യ നീക്കത്തിൽ കോർപ്പറേഷനും സർക്കാരും CPM-ഉം തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ കോർപ്പറേഷനിലെ 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് സ്ഥലമാറ്റം എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഭരണ സൗകര്യാർത്ഥം 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ മാറ്റി നിയമിക്കുന്നു എന്നാണ് ഉത്തരവിലുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം മുഴുവൻ നീക്കിയില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിയും CPM-ഉം ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ശിവൻകുട്ടി ഇന്നലെ RDO-യെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് 10 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. മാലിന്യം നീക്കാൻ CPM നേരിട്ടിറങ്ങുമെന്ന് ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി A റഹീമും പറഞ്ഞിരുന്നു. ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടുന്ന മണക്കാട്, ജഗതി സർക്കിൾ ഓഫീസുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർക്കെതിരെയാണ് കൂട്ട നടപടി. ജഗതി സർക്കിൾ ഓഫീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിസ്മി റാണി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മണക്കാട് സർക്കിളിലെ രാഖി, ആതിര, പ്രദീപ് എന്നിവരെ മറ്റ് ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി. മാലിന്യം മാറ്റാതെ വീഴ്ച സംഭവിച്ച പ്രദേശത്തെ ചുമതല ഈ ഉദ്യോഗസ്ഥർക്കായിരുന്നു. തുടർന്നാണ് നടപടി. അതേസമയം ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് ഭരണപരമായ ചില ക്രമീകരണങ്ങൾക്കായാണെന്നും ആറ്റുകാൽ മാലിന്യ വിവാദവുമായി ബന്ധമില്ലെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തേണ്ട ക്രമീകരണങ്ങൾ മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ മാലിന്യ നീക്കത്തിൽ പൂർണ്ണമായും സഹകരിച്ചുവെന്നും VV രാജേഷ് പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് പിന്നാലെയുള്ള മാലിന്യ നീക്കത്തിൽ സർക്കാരും കോർപ്പറേഷനും നേർക്കുനേർ പോരിനിടെ എന്തായി യഥാർത്ഥ മാലിന്യ സംസ്കരണം? ഈ ഒരു ചോദ്യമാണ് തിരുവനന്തപുരം നിവാസികൾ ചോദിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്ര പരിധിയിൽപ്പെടുന്ന വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭൂരിഭാഗം സ്ഥലങ്ങളിലെയും മാലിന്യം നീക്കിയിട്ടുണ്ട്. ഇടറോഡുകളിൽ ചില ഭാഗങ്ങളിൽ കൂട്ടിയിട്ടിരുന്ന മാലിന്യം പ്രത്യേക ദൗത്യ സംഘം സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. ആറ്റുകാൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നീക്കേണ്ട മാലിന്യം കോർപ്പറേഷൻ സ്വന്തം നിലയിൽ സംസ്കരിച്ചതോടെ ആറ്റുകാൽ ക്ഷേത്ര പരിസരം പൂർണ്ണമായി മാലിന്യമുക്തമായി. മാലിന്യ നീക്ക വിവാദത്തിൽ മേയർ VV രാജേഷിന് മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കോർപ്പറേഷന് മുകളിലാണ് സർക്കാർ എന്നും ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി സ്വന്തം വകുപ്പ് നോക്കിയാൽ മതിയെന്നാണ് VV രാജേഷ് പറഞ്ഞിരുന്നത്. പൊങ്കാല കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ശുചീകരണവുമായി ബന്ധപ്പെട്ട CPM BJP വാക്ക് തർക്കം രൂക്ഷമാവുകയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നീക്കം പാളിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് നഗരസഭ ഭരിക്കുന്ന BJP-ക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരിക്കുകയാണ് LDF. മന്ത്രി V ശിവൻകുട്ടിയുടെ വിമർശനങ്ങൾക്ക് മന്ത്രി സ്വന്തം വകുപ്പ് നോക്കിയാൽ മതിയെന്ന മറുപടിയാണ് മേയർ VV രാജേഷ് നൽകിയത്. എന്നാൽ വീഴ്ച സംഭവിച്ചില്ലെന്ന് പറയുമ്പോഴും ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് BJP-യുടെ ഭരണസമിതിയുടെ നീക്കം. സാധാരണ പൊങ്കാല ദിവസം രാത്രി തന്നെ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ശുചീകരിക്കാറുണ്ട്. ഇത്തവണയും കോർപ്പറേഷൻ ഈ രീതി തന്നെയാണ് പിന്തുടർന്നത്. ഇത്തവണ ചിലയിടങ്ങളിൽ മാലിന്യ നീക്കം വൈകിയതായും ശുചീകരണത്തിൽ വീഴ്ചകൾ വന്നതായും ആരോപിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് നേരിട്ട് പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം RDO-യെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മന്ത്രി ശിവൻകുട്ടി സ്വന്തം വകുപ്പ് നോക്കിയാൽ മതിയെന്നും കോർപ്പറേഷൻ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ അറിയാമെന്നും മേയർ VV രാജേഷ് തിരിച്ചടിച്ചു. പൊങ്കാല ശുചീകരണം മുൻ തവണത്തേതുപോലെ കാര്യക്ഷമമായി നടന്നില്ലെന്നാണ് കോൺഗ്രസിന്റെയും ആരോപണം. ശുചീകരണ ദിവസം തന്നെ തർക്കങ്ങളും തുടങ്ങിയിരുന്നു. ആറ്റുകാലിലെ മേയർ VV രാജേഷ് ശുചീകരണം ഉദ്ഘാടനം ചെയ്തപ്പോൾ സ്പെൻസർ ജംഗ്ഷനിൽ മന്ത്രി V ശിവൻകുട്ടി മറ്റൊരു ഉദ്ഘാടനം നടത്തി. മുൻ മേയറും മന്ത്രിയും ഒക്കെ താനാണ് സീനിയർ എന്നായിരുന്നു മന്ത്രിയുടെ വാദം. ഇത്തരം ഒരു ഉദ്ഘാടനം തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നാണ് കോർപ്പറേഷൻ ഭരണസമിതി പറയുന്നത്.
ആറ്റുകാൽ ക്ഷേത്രവളപ്പിലെ ചെളിക്കെട്ടും പൊങ്കാല കഴിഞ്ഞതിനു ശേഷം മാലിന്യങ്ങൾ നീക്കാത്തതും വിവാദമായി. ക്ഷേത്രവളപ്പിലെ കാര്യങ്ങൾ നോക്കുന്നതും കാലങ്ങളായി ശുചീകരണം നടത്തുന്നതും ക്ഷേത്ര അധികൃതരാണെന്ന് മേയർ പറഞ്ഞു. കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അതും ചെയ്തേനെന്ന് മേയർ പറഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പാർട്ടി നേരിട്ടിറങ്ങുന്ന കാര്യം പാർട്ടി ആലോചിക്കുകയാണെന്നും CPM ജില്ലാ സെക്രട്ടറി A റഹീമും പറഞ്ഞു. A റഹീം ജില്ലാ സെക്രട്ടറി ആയെന്ന് അറിയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും CPM പരാജയം അംഗീകരിക്കണമെന്നും മേയർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വിവാദങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കണ്ടുപിടുത്തവുമായിട്ടാണ് CPM വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണത്തെ താറടിക്കാനുള്ള നീക്കമാണ് മുൻ ഭരണം ഉണ്ടായിരുന്ന പാർട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാ തരത്തിലും പ്രതിരോധിക്കുകയാണ് പുതിയ കോർപ്പറേഷൻ.